ഹായ് ഗായ്സ്, കഴിഞ്ഞ എപ്പിസോഡ് എത്ര ശരിയായെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. ഈ എപ്പിസോഡും ഞാൻ അതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അലസി, നീ ഓക്കെ ആണോടാ? ആ ആ ആ. നീ എന്താ സ്വപ്നം കണ്ട്? നിൻ്റെ മുഖം എന്താ ഇങ്ങനെ? ഹേയ്, ഒന്നുമില്ലടേ, ഒന്നുമില്ല. നീ എന്നാൽ പോയിക്കോ, എനിക്ക് കുറച്ച് വർക്കുണ്ട്. ശരി എന്നാൽ, ഓക്കെ. ആൽസി, നീ എന്താ ഈ മഴയത്ത് ചെയ്യുന്നത്? ഇങ്ങോട്ട് വാ, തല കുറച്ച് തരട്ടെ. ഇങ്ങോട്ട് വാ. പപ്പ എന്നാൽ ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട് ചെയ്യാം. മുടി ഉണങ്ങിയില്ലേ? ശരി, പോയിട്ട് വാ. A few moments later. ആലസി, എടാ മുത്തേ, നമുക്കൊന്ന് പുറത്ത് പോയാലോ? കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ. ഓക്കെ, പോവാം. ഡൺ. നീ ഇപ്പം എന്തിനാ പാട്ട് വെച്ചേ? എടി, അതവിടെ കടന്നോട്ടെ പ്ലീസ്, ഒരു വൈബാക്കാനാ. ഓ, എന്തെങ്കിലും ചെയ്യും. മേൽ 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 വിണ്ണിലെ ചേക്കേറാം കിളികളായി. അമ്മേ, സോറി. അവളുടെ മനസ്സ് വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് പോയി. എടാ, കരയല്ലേ എടാ, പൊന്നു. എടാ, കരയല്ലടാ, വാ എനിക്ക്, ഞാൻ ഡ്രൈവ് ചെയ്യാം. ഇതെന്താ ഇവിടെ? നീ വാ, ഇറങ്ങ്.
ആടോ ആ ഓക്കെ ആ ശരി ആ ഒരു മിനിറ്റ് ഇറങ്ങിയപ്പോൾ വരാം. പറ, ഇവിടെ ഇരിക്കേ. എന്താ പ്രശ്നം പറ. ഡോക്ടർ നിങ്ങൾ സംസാരിക്കുക, ഞാൻ പുറത്തേക്ക്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അയ്യോ ഓക്കെ ജം ഐ എം ഫൈൻ ഐ എം ഡൺ. ഇപ്പം നീ മെഡിസിൻ ഒന്നും കഴിക്കാറില്ല എന്ന് അവൾ പറഞ്ഞു, സത്യമാണോ? എനിക്കതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് കഴിക്കുന്നില്ല. അത് നീയല്ല പറയേണ്ടത്, ഞാൻ നിൻ്റെ ഡോക്ടറായി ഞാൻ. ജോണി ഇപ്പം സ്ലീപ്പിംഗ് പിൽസിൻ്റെ ആവശ്യമില്ലാതെ ഉറക്കം വരുന്നുണ്ടോ? ഞാനത് പറയാനല്ല നിന്നെ വിളിച്ചത്. നീ ഞാൻ പറയുന്നത് അനുസരിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്ന മോളെ. നിൻ്റെ പപ്പേൻ്റെ വിഷമം നീ കാണുന്നില്ലേ? എന്താ വിഷമം? പൊന്നൂൻ്റെ കല്യാണമായി. നിൻ്റെയോ? മോളെ നിൻ്റെ പപ്പയ്ക്ക് എത്ര വിഷമമുണ്ടെന്നറിയോ നിനക്ക്? നീയാണ് അവളെക്കാളും മൂത്തത്. എന്നിട്ടും അങ്കിളിനെല്ലാം അറിയാലോ, പിന്നെ എന്താ? അവൻ്റെ കാര്യമല്ലേ, അവൻ മരിച്ചു പോയില്ലേ, അലോക്കില്ലേ അവൻ. ജസ്റ്റ് ഷട്ട് അപ്പ്. എനിവേസ് ഐ ആം ഗോയിങ്. ബൈ. പോവാ പിള്ളേരെ. പോവാം. വാ ഇറങ്ങാം. ഇവിടെ എന്താ? ഇവിടെ എന്തിനാ വന്ന്? വാ ഇരിക്കും. വാ ഇവിടെ വാ. നിനക്ക് പറയാനുള്ളതൊക്കെ എന്നോട് പറ. നിൻ്റെ മനസ്സിലെ ഭാരം ഇറക്കി വെക്ക്. അവരിരുവരും മനസ്സിലെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് സന്തോഷത്തോടെ സമയം ചെലവഴിച്ചു. മോളെ നീ വന്നോ? വാ അത്തേ കയറ്. വർമ്മ സാറെ പ്ലാൻ വർക്കൗട്ടായില്ല, ട്രാക്ക് മാറ്റിപ്പിടി. മാമ പ്ലാൻ ചീറ്റിപ്പോയി. എടി വാ നമുക്ക് 2 മൂവി കണ്ടിട്ട് കേരളം കാണാം. ഓക്കേ. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.